ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിലെ 114 അധ്യായം സൂറത്തുൻ നാസ് ആണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഇത് 30-ാം ജുസ്ഇലെ അവസാനത്തെ സൂറത്താണ്. മാത്രമല്ല, ഈ ഒരു സൂറത്തിൽ 6 ആയത്തുകളാണ് ആകെയുള്ളത്. 6 ആയത്തുകൾ മാത്രമുള്ള മറ്റൊരു സൂറത്തും പരിശുദ്ധ ഖുർആനിലുണ്ട്. അത് 109-ാമത്തെ അധ്യായം സൂറത്തുൽ കാഫിറൂനാണ്. ഈ സൂറത്ത് മക്കിയ ആണ്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക ജീവിതകാലത്ത് അവതരിച്ച സൂറത്താണ്. എന്നാൽ ഇത് മദനീയ ആണ് എന്നും അഭിപ്രായമുണ്ട്, അതായത് മദീനയിലായിരുന്ന കാലത്ത് അവതരിച്ച സൂറത്താണ് എന്നും അഭിപ്രായമുണ്ട്. ഈ സൂറത്ത് തുടങ്ങുന്നത് ഖുൽ എന്ന പ്രയോഗം കൊണ്ടാണ്. ഖുൽ എന്ന പദം കൊണ്ട് തുടങ്ങുന്ന 5 സൂറത്തുകളാണ് പരിശുദ്ധ ഖുർആനിലുള്ളത്. ഒന്ന് ഈ സൂറത്ത്, മറ്റൊന്ന് സൂറത്തുൽ ഫലഖ്, ഇതിന് തൊട്ട് മുകളിലുള്ളത്. അതിൻ്റെ തൊട്ട് മുകളിലുള്ള സൂറത്തുൽ ഇഖ്ലാസ്, പിന്നീട് 109-ാമത്തെ അധ്യായം സൂറത്തുൽ കാഫിറൂൻ, 72-ാമത്തെ അധ്യായം സൂറത്തുൽ ജിന്ന്. ഇവയൊക്കെ തുടങ്ങുന്നത് ഖുൽ എന്ന പ്രയോഗം കൊണ്ടാണ്. ഈ സൂറത്തിന് സൂറത്തുൻ നാസ് എന്ന് നമ്മൾ പേര് പറഞ്ഞു. എന്നാൽ ഹദീസുകളിലൊക്കെ ഈ ഒരു സൂറത്തിന് വന്നിട്ടുള്ള പേര് സൂറത്തു ഖുൽ അഊദു ബിറബ്ബിൻ നാസ് എന്ന് തന്നെയാണ്. ഈ സൂറത്തും ഇതിൻ്റെ തൊട്ടടുത്തുള്ള സൂറത്തുൽ ഫലഖും നോക്കിക്കഴിഞ്ഞാൽ ഈ 2 സൂറത്തുകളിലും അള്ളാഹുവിനോടുള്ള രക്ഷ തേടലാണ് അതിലെ പ്രതിപാദ്യ വിഷയം. അതുകൊണ്ട് തന്നെ ഈ 2 സൂറത്തുകളെയും ചേർത്ത് അൽ മുഅവ്വിദത്താനി അല്ലെങ്കിൽ അൽ മുഅവ്വിദത്തൈനി എന്ന് പറയാറുണ്ട്. അർത്ഥം രക്ഷ ചോദിക്കുന്ന 2 ഇനി അതിൻ്റെ തൊട്ട് മുകളിലുള്ള സൂറത്തുൽ ഇഖ്ലാസ് കൂടെ ചേർത്ത് അൽ മുഅവ്വിദാത്ത്, രക്ഷ തേടുന്നവ എന്നും പറയാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും അന്ത്യനിമിഷങ്ങളിൽ, അവസാന സമയത്ത്, മരണത്തിൻ്റെ ആ അടുത്ത സമയങ്ങളിൽ രോഗത്തിൽ കിടക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ 3 സൂറത്തുകൾ, സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ്, ഇത് 3ഉം ഓതിയിട്ട് ശരീരത്തിൽ ഊതിയിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം. അതുപോലെ തന്നെ അതിന് സാധ്യമാകാതെ വന്ന സമയത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഈ 3 സൂറത്തുകൾ ഓതിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ ഊതിയിട്ട് ആ കൈകൊണ്ട് ശരീരത്തിൽ തടവിയിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ തടവിയിരുന്നു എന്നുമൊക്കെ ഹദീസുകളിൽ കാണാൻ സാധിക്കും. മനസ്സിനുണ്ടാകുന്ന പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ ചോദിക്കലാണ് ഈ ഒരു സൂറത്തിലുള്ളത്. തൊട്ടടുത്ത സൂറത്തായിട്ടുള്ള സൂറത്തുൽ ഫലഖിൽ ഭൗതികമായ പ്രയാസങ്ങളിൽ നിന്നുള്ള രക്ഷതേട്ടമാണുള്ളത്. രക്ഷ തേടാൻ ഈ 2 സൂറത്തുകളോളം, അതായത് സൂറത്തുൻ നാസ്, സൂറത്തുൽ ഫലഖ്, ഈ 2 സൂറത്തുകളോളം പറ്റിയ സൂറത്തുകളില്ല എന്നൊക്കെ ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷവും അതുപോലെ രാവിലെയും വൈകിട്ടും അതുപോലെ എന്തെങ്കിലും വേദനകളോ അല്ലെങ്കിൽ ഭയമോ ഒക്കെ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിലും ഈ സൂറത്തുകൾ ഓതാം എന്ന് റിപ്പോർട്ടുകൾ കാണാൻ സാധിക്കും. നമുക്ക് ഈ സൂറത്തിലെ പദങ്ങൾ പരിചയപ്പെടാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലസീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നതി വന്നാസ്. ഖുൽ, ഖാല എന്ന് പറഞ്ഞാൽ പറഞ്ഞു എന്നാണ്. അത് മാദിയായ പദമാണ്, പാസ്റ്റ് ടെൻസ് ആണ്, ഭൂതകാലക്രിയയാണ്. അതിൻ്റെ കൽപ്പനക്രിയ എന്ന് പറഞ്ഞാൽ ഒരാളോട് കൽപ്പിക്കുന്ന രൂപത്തിൽ ഖുൽ, പറയുക, പറയണം, നീ പറയ് എന്നൊക്കെയാണ്. അത് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുമ്പോൾ, നമ്മളതിനർത്ഥം പറയുമ്പോൾ നബിയെ താങ്കൾ പറയണം അല്ലെങ്കിൽ നബിയെ താങ്കൾ പറയുക, അങ്ങനെയാണ് അർത്ഥം കൊടുക്കുക. ഖുൽ, നബിയെ താങ്കൾ പറയുക. അവിടെ നബിയെ എന്നൊന്നുമില്ല, പക്ഷേ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ് എന്ന് നമുക്ക് അറിയുന്നത് കൊണ്ട് അർത്ഥം പറയുമ്പോൾ അങ്ങനെ പറയുന്നു മാത്രം. ഖുൽ, നബിയെ താങ്കൾ പറയുക. അഊദു, ഈ പദം നമ്മൾ പഠിച്ചതാണ് സൂറത്തുൽ ഫാത്തിഹയുടെ തുടക്കത്തിൽ. ആസ, രക്ഷ തേടി, അഭയം തേടി, ശരണം തേടി. അഊദു, ഞാൻ രക്ഷ തേടുന്നു, ഞാൻ ശരണം തേടുന്നു, ഞാൻ അഭയം തേടുന്നു. ബി റബ്ബിൻ നാസ്, ബി എന്ന് പറഞ്ഞാൽ ഇൽ, കൊണ്ട്, ഓട്, അത് മറ്റൊരു പദവുമായിട്ട് ചേർന്ന് വരുമ്പോഴാണ് അർത്ഥം കിട്ടുക. ബി റബ്ബി, റബ്ബിൽ അല്ലെങ്കിൽ റബ്ബിനോട്, റബ്ബിനെ കൊണ്ട്. ബി റബ്ബിൻ നാസ്, നാസ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ. അത് ശരിക്ക് ഇൻസാനുൻ, അതേപോലെ മർഉൻ എന്നൊക്കെയാണ് ശരിക്കും മനുഷ്യന് പറയാം. ഇൻസാനുൻ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ഉനാസ്. ഈ ഉനാസ് എന്നുള്ളതിൻ്റെ മറ്റൊരു പ്രയോഗമാണ് അന്നാസ് എന്നുള്ളത്. അപ്പോൾ ബി റബ്ബിൻ നാസ്, ജനങ്ങളുടെ റബ്ബിനോട്.
ഖുൽ അഊദു ബി റബ്ബിന്നാസ്, നബിയെ താങ്കൾ പറയുക, ജനങ്ങളുടെ അല്ലെങ്കിൽ മനുഷ്യരുടെ റബ്ബിനോട് ഞാൻ രക്ഷ തേടുന്നു. മലിക്കിന്നാസ്, മലിക്ക് രാജാവ്, മലക്ക എന്ന് പറഞ്ഞാൽ ഉടമപ്പെടുത്തി, അധീനപ്പെടുത്തി, അധികാരപ്പെടുത്തി എന്നൊക്കെയാണ്. മാലിക് ഉടമസ്ഥൻ, അത് നമ്മൾ സൂറത്തുൽ ഫാത്തിഹയിൽ പഠിച്ചു. മലിക് എന്ന് പറഞ്ഞാൽ രാജാവ്. അപ്പോൾ മലിക്കിന്നാസ്, മനുഷ്യരുടെ രാജാവിനോട്, മലിക്കിന്നാസ് മനുഷ്യരുടെ രാജാവിനോട്. ഇലാഹിന്നാസ്, ഇലാഹ് ആരാധ്യൻ, ഇലാഹിന്നാസ് മനുഷ്യരുടെ ആരാധ്യനോട്. മിൻ ഷെറിൽ വസ്വാസിൽ ഖന്നാസ്, മിൻ എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന്. ഷെറ് അത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നൊരു പദമാണ് അല്ലേ, ഷെറ് തിന്മ, ദോഷം, ഉപദ്രവം. അപ്പോൾ മിൻ ഷെരി ദോഷത്തിൽ നിന്ന്, കെടുതിയിൽ നിന്ന്, പ്രയാസത്തിൽ നിന്ന്. അൽ വസ്വാസി, വസ്വസ എന്ന് പറഞ്ഞാൽ ശരിക്ക് പതുക്കെ പറഞ്ഞു എന്നാണ്, അതായത് ശബ്ദം താഴ്ത്തി പറയുന്നതിനാണ് വസ്വസ എന്ന് പറയാം. വസ്വാസ് ശബ്ദം താഴ്ത്തി പറയൽ അല്ലെങ്കിൽ മന്ത്രിക്കൽ, ശരിക്ക് ദുർബോധനം നടത്തൽ, ദുർമന്ത്രം നടത്തൽ എന്നൊക്കെ അർത്ഥം കൊടുക്കാറുണ്ട്. ഈ വസ്വസ എന്നുള്ള ആ ഒരു പദത്തിനൊരു പ്രത്യേകതയുണ്ട്. വസ് വസ് രണ്ടു പ്രാവശ്യം ആവർത്തിക്കുകയാണല്ലേ, വസ് എന്നുള്ളത് പിന്നെ ആവർത്തിച്ചു, വസ് വസ്. അങ്ങനെ ആവർത്തിക്കുന്ന പദങ്ങളുടെ ആ പ്രവർത്തനങ്ങളിലും ആ ഒരു ആവർത്തനം കാണാമെന്ന് പറയാറുണ്ട്. ഇപ്പോൾ വസ്വാസ് എന്ന് പറയുമ്പോൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് നടക്കുന്നൊരു കാര്യം, അത് നമുക്ക് വിശദീകരണത്തിൻ്റെ സമയത്ത് പറയാം. അതുപോലെ തന്നെ ചില ആളുകൾക്ക് നമ്മൾ വസ്വാസ് ഉണ്ടാവുക എന്ന് പറയാറുണ്ട്, OCD, അതാണ് സൈക്കോളജിയിൽ, മനഃശാസ്ത്രത്തിൽ അതിനെ പറയാം. വീണ്ടും വീണ്ടും ചെയ്യാൻ തോന്നുക, ഒരേ കാര്യം തന്നെ വീണ്ടും വീണ്ടും ചെയ്യാൻ തോന്നുക. വിശദീകരണത്തിൻ്റെ സമയത്ത് പറയാം നമുക്ക്. അപ്പോൾ വസ്വാസിൽ ഖന്നാസ്, ഖനസ എന്ന് പറഞ്ഞാൽ പിൻവാങ്ങി എന്നാണ്, പിന്തിരിഞ്ഞു. ഖാനിസുൻ പിൻവാങ്ങുന്നവൻ, പിന്തിരിയുന്നവൻ. അതിൻ്റെ സീഗ മുബാലഗ, അതായത് അതിനെ ഒന്നുകൂടെ ശക്തിപ്പെടുത്തി പറയുക, അതാണ് അൽ ഖന്നാസ്. ഖാനിസ് എന്ന് പറഞ്ഞാൽ പിൻവാങ്ങുന്നവൻ, ഖന്നാസ് എന്ന് പറയുമ്പോൾ അങ്ങേയറ്റം പിൻവാങ്ങുന്നവൻ, നിരന്തരം പിൻവാങ്ങുന്നവൻ എന്നർത്ഥം കിട്ടും. അപ്പോൾ മിൻ ഷെരിൽ വസ്വാസിൽ ഖന്നാസ്, നിരന്തരം പിൻവാങ്ങുന്നവൻ്റെ ദുർബോധനത്തിൻ്റെ കെടുതിയിൽ നിന്ന്. അല്ലസി യുവസ്വിസു ഫി സുദൂരിന്നാസ്, അല്ലസി യുവസ്വിസു, വസ്വസ എന്ന് പറഞ്ഞാൽ ശബ്ദം താഴ്ത്തി സംസാരിച്ചു അല്ലെങ്കിൽ ദുർമന്ത്രം നടത്തി എന്നൊക്കെയാണല്ലോ. അതിൻ്റെ മുലാരിയാണ് യുവസ്ഫിസു. യുവസ്ഫിസു എന്ന് പറഞ്ഞാൽ ശബ്ദം താഴ്ത്തി സംസാരിക്കും അല്ലെങ്കിൽ ശബ്ദം താഴ്ത്തി സംസാരിക്കുന്നു, ദുർബോധനം നടത്തും, ദുർബോധനം നടത്തുന്നു. അല്ലസി എന്നതിൻ്റെ മുമ്പിൽ ചേർക്കുമ്പോൾ അങ്ങനെയുള്ളവൻ, അങ്ങനെയുള്ളവനായ എന്നൊക്കെയാണ് അർത്ഥം കിട്ടുക. അപ്പോൾ അല്ലസി യുവസ്ഫിസു, ദുർബോധനം നടത്തുന്നവൻ അല്ലെങ്കിൽ ദുർബോധനം നടത്തുന്നവനായ അല്ലെങ്കിൽ ശബ്ദം താഴ്ത്തി സംസാരിക്കുന്നവനായ. ഫി സുദൂരിന്നാസ്, ഫി എന്ന് പറഞ്ഞാൽ ഇൽ എന്നർത്ഥം. സുദൂർ, സ്വദുറിൻ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് സുദൂർ. സുദൂർ എന്ന് പറഞ്ഞാൽ നെഞ്ച്, ഹൃദയം. സുദൂർ നെഞ്ചുകൾ, ഹൃദയങ്ങൾ. ഫി സുദൂരി നെഞ്ചുകളിൽ, ഹൃദയങ്ങളിൽ. അന്നാസ് മനുഷ്യരുടെ, ജനങ്ങളുടെ. ഫി സുദൂരിന്നാസ് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ. അല്ലസി യുവസ്ഫിസു ഫി സുദൂരിന്നാസ് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ദുർബോധനം നടത്തുന്നവനായ. മിനൽ ജിന്നത്തി വന്നാസ്, മിൻ എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന് അർത്ഥം. മിനൽ ജിന്നത്തി, ജിന്നത്ത്, ജിന്നത്ത് പറഞ്ഞാൽ ജിന്ന് വർഗം. അത് ഒന്ന് അക്ഷരങ്ങൾ മാറിക്കഴിഞ്ഞാൽ, അതിൻ്റെ ഹർക്കത്ത് മാറിക്കഴിഞ്ഞാൽ അർത്ഥം മാറും. ജന്നത്ത് എന്നാണെങ്കിൽ തോട്ടം എന്നാണ് വരിക, ജുന്നത്ത് എന്നാണെങ്കിൽ പരിച എന്നാണ് അർത്ഥം കിട്ടുക. അപ്പോൾ ഇവിടെ ജിന്നത്താണ് വന്നത്, ജിന്ന് വർഗം. ശരിക്കും ജന്ന എന്ന് പറഞ്ഞാൽ മറഞ്ഞു എന്നാണ്. ഈ പറഞ്ഞ എല്ലാറ്റിനും ഒരു ആ മറഞ്ഞതിലേക്ക് ഒരു ബന്ധമുണ്ട്. ഇപ്പം ജിന്നത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യരിൽ നിന്ന് മറഞ്ഞു നിൽക്കുന്നവരാണ്, മനുഷ്യർക്ക് കാണാൻ കഴിയില്ല. അതേപോലെ ജുന്നത്ത് എന്ന് പറഞ്ഞാൽ ഒരു മറയാണ്, യുദ്ധങ്ങളിലും മറ്റൊക്കെ ആക്രമണങ്ങൾ തടുക്കാനുള്ളൊരു മറയാക്കി പിടിക്കുന്നതാണ് പരിച. ജന്നത്ത് തോട്ടം എന്ന് പറയുമ്പോൾ ആ സ്ഥലം, ആ ഒരു തോട്ടങ്ങൾ, ഇടതൂർന്ന തോട്ടങ്ങൾ കാരണം ആ സ്ഥലം നമുക്ക് കാണാൻ പറ്റില്ല, അത് മറഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ എല്ലാറ്റിലും ഒരു മറ വരുന്നുണ്ട്. അപ്പോൾ മിനൽ ജിന്നത്തി, ജിന്ന് വർഗത്തിൽ നിന്ന്, മിൻ എന്നുള്ളതിന് അതിൽ പെട്ടാന്നർത്ഥമുണ്ട്. അപ്പോൾ മിനൽ ജിന്നത്തി, ജിന്ന് വർഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ജിന്ന് വർഗത്തിൽ നിന്ന്. വൻ നാസി മനുഷ്യരിലും, നാസ് എന്ന് പറഞ്ഞാൽ മനുഷ്യർ. അപ്പോൾ വൻ നാസി മനുഷ്യരിലും അല്ലെങ്കിൽ മനുഷ്യരിൽപ്പെട്ട. മിനൽ ജിന്നത്തി വന്നാസ് ജിന്ന് വർഗത്തിലും മനുഷ്യരിലും പെട്ട അല്ലെങ്കിൽ
മനുഷ്യരിൽ നിന്നും ജിന്നുവർഗത്തിൽ നിന്നും ഉള്ള. ഇനി നമുക്ക് ഈ ആയത്തുകളുടെ വിശദീകരണത്തിലേക്ക് പോകാം. ഈ സൂറത്ത് ഒന്നിച്ചെടുത്തു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? മനുഷ്യൻ അള്ളാഹുവിനോട് രക്ഷ തേടുകയാണ്. അതിനുവേണ്ടി അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കുകയാണ്. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു കാര്യം കൽപ്പിക്കുമ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്രം ചെയ്യാനുള്ളതല്ല, ആ കാര്യങ്ങൾ മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ഖുൽ എന്നുള്ള പദപ്രയോഗം അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞതാണെങ്കിലും അത് നമുക്ക് എല്ലാവർക്കും ബാധകമാണ്. നമ്മളോട് പറയുന്ന പോലെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അഊദു ബി റബ്ബിൻ നാസ്, മനുഷ്യരുടെ റബ്ബിനോട് രക്ഷ ചോദിക്കണം. മലിക്കിൻ നാസ്, അതായത് മനുഷ്യരുടെ രാജാവായ. ഇലാഹിൻ നാസ്, അതായത് മനുഷ്യരുടെ ആരാധ്യനായ. ഇനി എന്തിൽ നിന്നാണ് രക്ഷ ചോദിക്കേണ്ടത്? മിൻ ഷെരിൽ വസ്വാസിൽ ഖന്നാസ്, നിരന്തരം പിൻവാങ്ങുന്നവൻ്റെ ദുർബോധനത്തിൻ്റെ കെടുതിയിൽ നിന്നാണ് രക്ഷ ചോദിക്കേണ്ടത്. അല്ലദീ യുവസ്ഫിസ് ഫീ സുദൂരിൻ നാസ്, മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ദുർബോധനം നടത്തുന്നവനായ അങ്ങനെയുള്ളവൻ്റെ. മിനൽ ജിന്നത്തി വന്നാസ്, അത് മനുഷ്യരിലും പിശാചുക്കളിലുമുണ്ട് അത്തരം ആളുകൾ. അപ്പോൾ മനുഷ്യരിലും പിശാചുക്കളിലുമുള്ള ആളുകളെ ദുർബോധനം ചെയ്ത് തെറ്റുകൾ ചെയ്യിപ്പിക്കുന്ന അത്തരം ആളുകളുടെ കെടുതിയിൽ നിന്ന്, ദോഷങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ ചോദിക്കാനാണ് ഈ സൂറത്തിൽ പറയുന്നത്. ഇവിടെ നമ്മൾ എന്താണ് പിശാച് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ജിന്ന് വർഗത്തിൽ നല്ല ജിന്നുകളുണ്ട്, തെറ്റായ രൂപത്തിൽ ജീവിക്കുന്നവരുണ്ട്. ഇങ്ങനെ മനുഷ്യരൊക്കെ വഴിപിഴപ്പിക്കുന്ന തെറ്റായ രൂപത്തിലുള്ള ജീവിക്കുന്ന ജിന്നുകളെയാണ് പിശാചുക്കൾ എന്ന് പറയുന്നത്. അവരുടെ നേതാവാണ് ഇബ്ലീസ്. അപ്പോൾ ഇബ്ലീസിൻ്റെ മക്കളും ഇബ്ലീസിൻ്റെ കൂട്ടാളികളുമായ ആ ഒരു സൈന്യത്തെയാണ് പിശാജ് അല്ലെങ്കിൽ ഷെയ്ത്താൻ എന്ന് പറയുന്നത്. അഷെയ്ത്താൻ എന്ന അലിഫ്ലാമിട്ട് പറയുമ്പോൾ അത് ഇബ്ലീസിനെയാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ സൃഷ്ടിപ്പ് നോക്കുകയാണെങ്കിൽ മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ്. കളിമണ്ണിൻ്റെ സത്തയിൽ നിന്നാണ് ആദ്യം സൃഷ്ടിച്ചത്. അതിനുശേഷം പിന്നീട് തലമുറകളെ നിലനിർത്തിയത് വെള്ളത്തിൽ നിന്ന്. എന്നാൽ മലക്കുകളെ അള്ളാഹു സൃഷ്ടിച്ചത് പ്രകാശത്തിൽ നിന്നാണ്. ജിന്നുകളെ സൃഷ്ടിച്ചത് തീയിൽ നിന്നാണ്. നമുക്കറിയാം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സൃഷ്ടിച്ച ആ സമയത്ത് തന്നെ അള്ളാഹുവിനോട് ധിക്കാരം കാണിച്ചിട്ടുണ്ട് ഇബ്ലീസ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ അത് അനുസരിച്ചിട്ടില്ല, അതിന് കൂട്ടാക്കിയിട്ടില്ല. അതുപോലെ തന്നെ അഹങ്കാരം നടിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ ആദം നബിയെയും അദ്ദേഹത്തിലുണ്ടാകുന്ന അദ്ദേഹത്തിൻ്റെ സന്താനങ്ങളെയും ഒക്കെ ഞാൻ കാലാകാലം വഴിപിഴപ്പിക്കും എന്നുള്ള വാക്കും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പിശാചുക്കൾ ഇബ്ലീസും അവൻ്റെ കൂട്ടാളികളും മനുഷ്യവർഗത്തെ എക്കാലത്തും വഴിപിഴപ്പിച്ചു കൊണ്ടിരിക്കും. എന്ത് വില കൊടുത്തും ഏത് രൂപത്തിലും എന്ത് കഴിവുകൊണ്ടും ഏത് രൂപത്തിലും അവർ മനുഷ്യരെ തെറ്റായ മാർഗത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ അതിനുള്ള ദുർബോധനം നടത്തിക്കൊണ്ടിരിക്കും. എങ്ങനെയാണ് അവർ ചെയ്യുക? അവർ ചെയ്യുന്നത് നല്ലത് ചെയ്യാൻ നമുക്ക് തോന്നുമ്പോൾ അത് വേണ്ട, അത് ചെയ്യണ്ടെന്ന് തോന്നിപ്പിക്കുക. ചീത്ത കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യം ഉണ്ടാകുമ്പോൾ അതിനെ നല്ലതാക്കി തോന്നിപ്പിക്കുക, അതിന് പ്രോത്സാഹനം നൽകുക, മനസ്സിലിങ്ങനെ തോന്നിപ്പിക്കുക, അല്ലെങ്കിൽ അതിന് ന്യായീകരണം നമുക്ക് തോന്നിപ്പിക്കുക. അതിപ്പോൾ ഞാൻ ഒറ്റയ്ക്കൊന്നുമല്ലല്ലോ ചെയ്യണത്, വേറെയും പലരും ചെയ്യുന്നില്ലേ. ഉദാഹരണത്തിന് ഒരാൾക്കൊരു നല്ല കാര്യം ചെയ്യാൻ തോന്നുകയായിരിക്കും, അതായത് ഖുർആൻ പഠനം. അങ്ങനെ ഒരു നല്ല കാര്യം ചെയ്യാൻ വേണ്ടി തോന്നുമ്പോൾ അത് പിന്നെ ആക്കാം, പിന്നെ തുടങ്ങാലോ, ഇപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഒരുപാട് തിരക്കുകളുണ്ട് എന്നൊക്കെ പറഞ്ഞ് അതിൽ നിന്ന് പതുക്കെ നമ്മുടെ മനസ്സിനെ പിന്മാറ്റുക. ഒരു തെറ്റായ കാര്യം ചെയ്യാൻ വേണ്ടി തോന്നുമ്പോൾ അതിന് ഒരു പ്രോത്സാഹനം കൊടുക്കുക. ഇപ്പോൾ കളവ് പറയലോ അല്ലെങ്കിൽ പരദൂഷണമൊക്കെ ചെയ്യാൻ തോന്നുന്ന സമയത്ത് ആ സമയത്ത് അതിപ്പോൾ ഞാൻ ഒറ്റയ്ക്കൊന്നുമല്ലല്ലോ, അല്ലെങ്കിൽ ഇതൊന്നും ഇപ്പോൾ അത്ര വലിയൊരു തെറ്റൊന്നുമല്ലല്ലോ കളവ് പറയൽ അല്ലെങ്കിൽ പരദൂഷണം, അതൊക്കെ ഇപ്പോൾ എല്ലാവരും പറയുന്നതല്ലേ, അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞപ്പോൾ ഞാൻ കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ, ഞാനത് കേട്ട് നിന്നിട്ടല്ലേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ നമുക്കൊരു ന്യായീകരണം തന്നിട്ട് നമ്മൾ ചെയ്ത തെറ്റിനെ ന്യായീകരിക്കാൻ തോന്നുക. ഈ രൂപത്തിൽ നമ്മുടെ മനസ്സിൽ തെറ്റുകൾ ചെയ്യാനുള്ള ഒരു തോന്നലുണ്ടാക്കുകയാണ് പിശാച് ചെയ്യുക. എങ്ങനെയാണ് പിശാച് അത് ചെയ്യുന്നത്? നമ്മളോട് നേരിട്ട് വന്ന് സംസാരിക്കൂല, ആംഗ്യ ഭാഷയിലൂടെയും സംസാരിക്കൂല, എഴുതി കാണിച്ചും തരൂല. അങ്ങനെയൊക്കെയാണല്ലോ സാധാരണ ആശയവിനിമയം നടത്തുക. പക്ഷേ നമ്മുടെ ഉള്ളിലൊരു തോന്നലുണ്ടാക്കുകയാണ് ചെയ്യുക. എങ്ങനെയാണ് ആ തോന്നലുണ്ടാക്കുക എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും മനുഷ്യൻ്റെ ഹൃദയങ്ങളിൽ ഒരു തോന്നലുണ്ടാക്കുകയാണ് ചെയ്യുക. അത് ഏത് അവയവത്തെ കൊണ്ടും, നമ്മുടെ ഏത് അവയവത്തെ കൊണ്ടും തെറ്റ് ചെയ്യിപ്പിക്കും. കാലുകൊണ്ട്, കൈ കൊണ്ട്, കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, എങ്ങനെയും തെറ്റ് ചെയ്യിപ്പിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, രക്തം സഞ്ചരിക്കുന്ന എല്ലാ ഭാഗങ്ങളിലൂടെയും ഈ പിശാചെത്തും എന്ന് പറഞ്ഞാൽ ഏത് അവയവത്തെ കൊണ്ടും തെറ്റുകളിൽ ചെയ്യാനുള്ള തോന്നലുണ്ടാക്കും. ഇനി നമ്മൾ ഈ സൂറത്തിലെ ആയത്തുകളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഖുൽ അഊദു ബി റബ്ബിൻ നാസ്, ജനങ്ങളുടെ റബ്ബ് എന്നാണ് പറഞ്ഞത്. എല്ലാറ്റിൻ്റെയും റബ്ബല്ലേ, എന്താണ് ജനങ്ങളുടെ എന്ന് മാത്രം എടുത്തു പറയാൻ കാരണം? അതേപോലെ ജനങ്ങളുടെ രാജാവ്, ജനങ്ങളുടെ ആരാധ്യൻ. അത് പറയാനുള്ള കാരണം ഈ ഒരു സൂറത്തിൽ ജനങ്ങളുടെ വിഷയങ്ങളാണ് സംസാരിക്കുന്നത്.
മനുഷ്യരുടെ പ്രശ്നങ്ങളാണ് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് മനുഷ്യരുടെ റബ്ബ് എന്നുള്ള രൂപത്തിൽ പറഞ്ഞത്. മറ്റെല്ലാറ്റിൻ്റെയും റബ്ബാണ്, പക്ഷേ മനുഷ്യരുടെ റബ്ബ് എന്ന് എടുത്തു പറയാൻ കാരണം ഈ സൂറത്തിൽ ചർച്ച ചെയ്യുന്ന വിഷയം മനുഷ്യരുമായി ബന്ധപ്പെട്ട മനുഷ്യർ രക്ഷ ചോദിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് മനുഷ്യരുടെ റബ്ബ് എന്ന് എടുത്തു പറഞ്ഞത്. ഇനി റബ്ബിൻ നാസ്, റബ്ബ് എന്നുള്ള പദം ഉപയോഗിച്ചു. എന്താണ് ഈ റബ്ബ് എന്ന് പറഞ്ഞാൽ? റബ്ബ് എന്ന് പറഞ്ഞാൽ നമ്മൾ നാഥൻ, രക്ഷിതാവ് എന്നൊക്കെ അർത്ഥം കൊടുക്കും. പക്ഷേ ശരിക്കും റബ്ബ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് നമ്മളെ സൃഷ്ടിക്കുകയും നമ്മളെ വളർത്തിക്കൊണ്ടുവരികയും നമുക്ക് വേണ്ട ഇവിടെ ജീവിക്കാൻ ആവശ്യമായ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും നമുക്ക് ചെയ്തു തരികയും ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കാനും മറ്റും ഉതകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു തരികയും ഒക്കെ ചെയ്തുവെന്നാണ്. ഇപ്പോൾ നമ്മുടെ ഉമ്മ നമ്മളെ വളർത്തുന്നുണ്ട്. ഉമ്മ വളർത്തൽ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അള്ളാഹു ആണ് നമ്മളെ വളർത്തുന്നത്. ഉമ്മയെ ഏൽപ്പിച്ചു എന്നേ ഉള്ളൂ. ഉമ്മ ഒരു കാരണക്കാരി മാത്രമാണ്. അപ്പോൾ അള്ളാഹു ആണ് നമ്മളെ വളർത്തുന്നത്. അള്ളാഹു ആണ് നമ്മുടെ റബ്ബ്. ഇനി മലിക്കിന്നാസ് എന്ന് പറഞ്ഞു, ജനങ്ങളുടെ രാജാവ്. മലക്ക എന്ന് പറഞ്ഞാൽ അധീനപ്പെടുത്തി, ഉടമപ്പെടുത്തി എന്നൊക്കെയാണ്. മാലിക് ഉടമസ്ഥൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മലിക് രാജാവ്. അപ്പോൾ രാജാവ് എന്ന് പറയാം, അല്ലെങ്കിൽ അധികാരമുള്ളവൻ എന്നൊക്കെ പറയാം. ശരിക്കും നമ്മളുടെ ഏത് അവയവെടുത്ത് നോക്കുകയാണെങ്കിലും അതിൻ്റെ യഥാർത്ഥ അധികാരി, യഥാർത്ഥ ഉടമസ്ഥൻ, യഥാർത്ഥ രാജാവ് ആരാണ്? അത് അള്ളാഹു ആണ്. നമ്മുടെ കണ്ണുകളുടെ പൂർണ്ണമായ നിയന്ത്രണം നമ്മുടെ കയ്യിലല്ല. കണ്ണുകൾക്ക് ഒരു നിശ്ചിതമായ കാഴ്ചശക്തിയുള്ളൂ. ഒരു പരിധിക്കപ്പുറം കാണാൻ പറ്റൂല. ആരാണ് ആ പരിധി നിശ്ചയിച്ചത്? നമ്മളാണോ? അല്ല, അത് അള്ളാഹു ആണ്. അതിൻ്റെ ഉടമസ്ഥനാണത് നിശ്ചയിച്ചത്, അതിൻ്റെ അധികാരിയാണ് നിശ്ചയിച്ചത്. അതേപോലെ കുറച്ചു കാലം കഴിഞ്ഞാൽ കണ്ണിൻ്റെ കാഴ്ച ചിലപ്പോൾ കുറഞ്ഞു എന്ന് വരും, ശരീരത്തിൻ്റെ അവയവങ്ങൾ ക്ഷീണിച്ചു എന്ന് വരും. ആ സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. അതൊക്കെ അതിൻ്റെ ഉടമസ്ഥൻ, അതിൻ്റെ അധികാരി, അതിൻ്റെ രാജാവ് നിശ്ചയിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ശരീരം ഒന്നിച്ചെടുത്ത് നോക്കുകയാണെങ്കിൽ ഏത് അവയവത്തിൻ്റെയും യഥാർത്ഥ അധികാരി അള്ളാഹുവാണ്. അപ്പോൾ നമ്മുടെ എല്ലാ അവയവങ്ങളുടെയും ഉടമസ്ഥൻ അള്ളാഹു ആണെങ്കിൽ നമ്മുടെ ഉടമസ്ഥൻ അള്ളാഹുവാണ്. അപ്പോൾ മൊത്തം മനുഷ്യരുടെ ഉടമസ്ഥൻ അള്ളാഹുവാണ്. അതുകൊണ്ടാണ് മലിക്കിന്നാസ്, മനുഷ്യരുടെ ഉടമസ്ഥനായ, മനുഷ്യരുടെ രാജാവായ, മനുഷ്യരുടെ അധികാരിയായ എന്ന് പറഞ്ഞത്. അങ്ങനെയൊക്കെ അള്ളാഹുവാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എങ്കിൽ നമ്മൾ ആരാധിക്കേണ്ടത് അള്ളാഹുവിനല്ലേ. അതുകൊണ്ടാണ് ഇലാഹിന്നാസ്, മനുഷ്യരുടെ ആരാധ്യനായ എന്ന് പറഞ്ഞത്. വസ്വാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, അർത്ഥം പറഞ്ഞപ്പോൾ ശബ്ദം താഴ്ത്തി സംസാരിക്കുക, പതുക്കെ പറയുക, ദുർബോധനം നടത്തുക. ഈ പതുക്കെ സംസാരിക്കുന്നത് എല്ലാം തെറ്റല്ലല്ലോ. അതുകൊണ്ടാണ് ഷെറിൽ വസ്വാസി, പതുക്കെ സംസാരത്തിൻ്റെ ഷെറിൽ നിന്ന് പറയാൻ കാരണം. അല്ലെങ്കിൽ പതുക്കെയുള്ള സംസാരത്തിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുന്നു പറഞ്ഞാൽ മതി. പക്ഷേ പതുക്കെയുള്ള സംസാരത്തിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുന്നു എന്നല്ല പറഞ്ഞത്, പതുക്കെയുള്ള സംസാരത്തിൻ്റെ ഷെറിൽ നിന്ന്. കാരണം ചില സംസാരങ്ങൾ ഷെറിലേക്കാണ് കൊണ്ടുപോകുക. അത്തരം സംസാരത്തിൽ നിന്നാണ് അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുന്നത്. മിൻ ഷെറിൽ വസ്വാസിൽ ഖന്നാസ്. വസ്വസ എന്ന് പറയുമ്പോൾ അതൊരു ആവർത്തനം തോന്നിക്കുന്ന പദപ്രയോഗമാണ്, വസ് എന്നുള്ളത്. ഇതിൻ്റെ അർത്ഥത്തിനും അതുപോലെ ഒരു ആവർത്തന സ്വഭാവമുണ്ട്. അത് ഇതിന് മാത്രമല്ല, പല പദങ്ങൾക്കും അങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട് ഇസാ സുൽസിലത്തിൽ, അവിടെ സൽസല എന്ന് പറയുമ്പോൾ ആ ഒരു ആവർത്തനം അതിൽ വരുന്നുണ്ട്. ആ കുലുക്കത്തിൻ്റെ ആവർത്തനം, വീണ്ടും വീണ്ടും കുലുങ്ങുന്നതിൻ്റെ ഒരു ആവർത്തന രൂപം അവിടെ വരുന്നുണ്ട്. ഇവിടെ അങ്ങനെ തന്നെ വസ്വസ, അത് വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പണിയാണ് ഈ വസ്വാസ് എന്നുള്ളത്. അതായത് ദുർബോധനം ചെയ്യൽ ഒരിക്കൽ ചെയ്താൽ നിർത്തൂല, പിന്നെയും ചെയ്തുകൊണ്ടിരിക്കും, അത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ ചില ആളുകൾക്ക് അതൊരു അസുഖമായിട്ട് വരാറുണ്ട്. അസുഖമായിട്ട് വരിക എന്ന് പറഞ്ഞാൽ OCD എന്നൊക്കെയാണ് അതിന് മനഃശാസ്ത്രത്തിൽ, സൈക്കോളജിയിൽ പറയാം. ആവർത്തിച്ച് ചെയ്യാൻ തോന്നുക. ഇപ്പോൾ ചിലപ്പം പാത്രങ്ങളൊക്കെ കഴുകിക്കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും കഴുകാൻ തോന്നുക, വീട് വൃത്തിയാക്കുമ്പോൾ വീണ്ടും വീണ്ടും വൃത്തിയാക്കാൻ തോന്നുക, പല കാര്യങ്ങളും ചെയ്യുന്നത് വീണ്ടും വീണ്ടും ആവർത്തിച്ച്. ഇപ്പോൾ ഒതുവൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഒതുവെടുക്കാൻ തോന്നുക, അള്ളാഹു അക്ബർ കെട്ടിക്കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും അള്ളാഹു അക്ബർ കെട്ടാൻ തോന്നുക, അങ്ങനെ അഴിച്ച് കെട്ടിക്കൊണ്ടിരിക്കുക. വസ്വാസ് അതൊരു അസുഖമായിട്ട് വരാറുണ്ട്. അതിന് മനഃശാസ്ത്രത്തിൽ ചികിത്സ കൊടുക്കണം. അപ്പോൾ ഈ രൂപത്തിൽ വസ്വസ എന്നുള്ള പദപ്രയോഗമാണ് അള്ളാഹു ഇവിടെ ഉപയോഗിച്ചത്. വസ്വാസിൽ ഖന്നാസ്, ഖന്നാസിൻ്റെ വസ്വാസിൽ നിന്ന്. ഖന്നാസ് ആരാണ്? പിൻവാങ്ങുന്നവൻ. പിൻവാങ്ങുന്നവൻ എന്ന് ഇവിടെ ഉദ്ദേശിച്ചത് പിശാചിനെയാണ്. കാരണം പിശാചിൻ്റെ, ശൈത്താൻ്റെ പ്രത്യേകത അവൻ നിരന്തരം പിൻവാങ്ങുന്നവനാണ്. ഇവിടെ ഖാനിസ് എന്ന് ഉപയോഗിക്കാതെ ഖന്നാസ് എന്നാണ് ഉപയോഗിച്ചത്. ഖാനിസ് എന്ന് പറഞ്ഞാൽ പിൻവാങ്ങുന്നവൻ, ഖന്നാസ് എന്ന് പറഞ്ഞാൽ നിരന്തരം പിൻവാങ്ങുന്നവൻ. എന്താണ് ഈ നിരന്തരം പിൻവാങ്ങുന്നവൻ എന്ന് പറഞ്ഞാൽ? പിശാചിൻ്റെ പ്രത്യേകത, പിശാച് ഒരു മനുഷ്യൻ്റെ അടുത്തേക്ക് ചെന്ന് ആ മനുഷ്യനെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. എന്ന് പറഞ്ഞാൽ മനസ്സിൽ തോന്നലുണ്ടാക്കും. അങ്ങനെ ആ മനുഷ്യൻ തെറ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ പിന്നെ പിശാചിൻ്റെ പണി പൂർത്തിയായി, നേരെ പിശാച് പിൻവാങ്ങും. പിന്നെ മറ്റൊരു സന്ദർഭത്തിൽ ചെന്നിട്ട് വേറെ തെറ്റ് ചെയ്യിപ്പിക്കും. ഇനി ഒരു മനുഷ്യനെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ചെന്നതിന് ശേഷം ആ മനുഷ്യൻ അള്ളാഹുവിൽ അടിയുറച്ചെന്നുകൊണ്ട് ഇത് പിശാച് എന്നെ കൊണ്ട് തോന്നിപ്പിക്കുകയാണ്, ഞാനിത് ചെയ്യൂല എന്നുള്ള രൂപത്തിൽ ആ തെറ്റ് ചെയ്യാതിരുന്നാലോ, അപ്പോഴും പിശാച് പിൻവാങ്ങും. എന്നാൽ അതോടുകൂടി നിർത്തുമോ? ഇല്ല, പിന്നെ മറ്റൊരു സന്ദർഭത്തിൽ വീണ്ടും ചെല്ലും.
എന്ന് പറഞ്ഞാൽ പിൻവാങ്ങും വീണ്ടും ചെല്ലും, പിൻവാങ്ങും വീണ്ടും ചെല്ലും. അതുകൊണ്ടാണ് നിരന്തരം പിൻവാങ്ങുന്നവനായ ഖന്നാസ് എന്നുപയോഗിക്കാൻ കാരണം. അതാണ് മിൻ ഷെരിൽ വസ്വാസിൽ ഖന്നാസ്, നിരന്തരം പിൻവാങ്ങുന്നവൻ്റെ ദുർബോധനത്തിൻ്റെ കെടുതിയിൽ നിന്ന്. അതൊരു വല്ലാത്ത കെടുതിയായിരിക്കും. അങ്ങനെ നിരന്തരം പിൻവാങ്ങുന്നവൻ, ആ പിശാച് വസ്വാസ് ഉണ്ടാക്കിയാൽ, മനുഷ്യൻ്റെ ഹൃദയങ്ങളിൽ തെറ്റ് ചെയ്യാനുള്ള ദുർബോധനം നടത്തിയാൽ അതൊരു വല്ലാത്ത കെടുതിയാണ്, വല്ലാത്ത ദോഷമാണ് ഉണ്ടാക്കുക. ആ ദോഷത്തിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ ചോദിക്കാനാണ് പറഞ്ഞത്. അല്ലദീ യുവസ്ഫിസു ഫീ സുദൂരിന്നാസ്. ഇനി ആ ഖന്നാസിനെ ഒന്ന് വിശേഷിപ്പിക്കുകയാണ്. ആരാണ് ആ ഖന്നാസ്? അല്ലദീ യുവസ്ഫിസു ഫീ സുദൂരിന്നാസ്, മനുഷ്യരുടെ ഹൃദയങ്ങളിൽ കുശുകുശുപ്പ് ഉണ്ടാക്കുക, മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ദുർബോധനം നടത്തുന്ന. അപ്പോൾ മനുഷ്യരുടെ ഹൃദയങ്ങളിലാണ് ഇവൻ്റെ പ്രവർത്തന സ്ഥാനം. മനുഷ്യരുടെ ഹൃദയങ്ങളിൽ തെറ്റായ തോന്നലുകൾ ഉണ്ടാക്കലാണ് ഇവൻ്റെ പണി. അപ്പോൾ മനുഷ്യരുടെ ഹൃദയങ്ങളിൽ വസ്വാസ് ഉണ്ടാക്കുന്ന, മനുഷ്യരുടെ ഹൃദയങ്ങളിൽ തെറ്റായ ചിന്തകൾ വളർത്തുന്ന അങ്ങനെയുള്ള ആ പിശാചിൽ നിന്നാണ് രക്ഷ തേടേണ്ടത്. അപ്പോൾ ഖന്നാസ് എന്നുള്ളതിനെ ഒന്നുകൂടെ വിശേഷിപ്പിച്ചതാണ് അല്ലദീ യുവസ്ഫിസു ഫീ സുദൂരിന്നാസ് എന്നുള്ളത്. ഇനി ഈ പണി ചെയ്യുന്നവർ വെറും ജിന്ന് വർഗത്തിൽ മാത്രമല്ല എന്നാണ് അവസാനത്തിൽ ആയത്തിൽ പറയുന്നത്. മിനൽ ജിന്നത്തി വന്നാസ്, മനുഷ്യരിലുണ്ട് ജിന്നുകളിലുമുണ്ട് ഈ പണി ചെയ്യുന്നവർ. ഏത്? തെറ്റായ തോന്നലുകൾ ഉണ്ടാക്കിയിട്ട് മനുഷ്യനെ തെറ്റിലേക്ക് കൊണ്ടുപോകുന്നത് രണ്ട് കൂട്ടരിലുമുണ്ട്. ഇപ്പോൾ ജിന്നുകളുടെ പ്രത്യേകത എന്താണ്? അല്ലെങ്കിൽ പിശാചുകളുടെ പ്രത്യേകത? പിശാച് ഒരിക്കലും നമ്മളെ നിർബന്ധിച്ച് ഏതെങ്കിലും ഒരു വാഹനത്തിൽ കയറ്റിയിട്ട്, കാറിൽ കയറ്റിയിട്ട് ഒരു തെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നില്ല. മറിച്ച് നമ്മളെ ക്ഷണിക്കുക ചെയ്യുക, നമ്മുടെ മനസ്സിൽ തോന്നലുണ്ടാക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ നമുക്ക് തീരുമാനിക്കാം പോവണോ പോണ്ടേ. ഒരു തെറ്റിലേക്ക് നമ്മൾ ക്ഷണിക്കുമ്പോൾ നമുക്ക് തീരുമാനിക്കാം പോവണോ പോണ്ടേ എന്നുള്ളത്. നാളെ പരലോകത്തെത്തുമ്പോൾ ഈ പിശാച് ഇതൊരു കാരണമായിട്ട് എടുത്തു പറയും ചെയ്യും, അള്ളാഹുവേ, ഞാൻ അവനെ തെറ്റിലേക്ക് പിടിച്ചു കൊണ്ടുപോയിട്ടൊന്നുമില്ലല്ലോ, ഞാൻ അവനെ ക്ഷണിച്ചിട്ടേ ഉള്ളൂ, വരണോ വരണ്ടേ എന്നുള്ളത് അവനെ തീരുമാനിക്കാമായിരുന്നല്ലോ, ഞാൻ അവനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയിട്ടൊന്നുമില്ലല്ലോ എന്ന് പറയും. നമ്മൾ എന്താ മറുപടി പറയാം? അപ്പോൾ അവിടെ നമ്മൾ പിടിച്ചു നിൽക്കണം. അതിന് നമ്മുടെ തഖ്വ ഉപയോഗപ്പെടുത്തണം. മനസ്സിലുള്ള അള്ളാഹുവിനെ പേടി, തഖ്വ, സൂക്ഷ്മതാബോധം, അതുകൊണ്ടാണ് നമുക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുക. മാത്രമല്ല ആ സമയത്ത് അള്ളാഹുവിനോട് തേടുക, അള്ളാഹുവിനോട് അഭയം തേടുക. അപ്പോൾ നമ്മളുടെ മനസ്സിൽ ഇത് പിശാചാണ് നമ്മളെ തെറ്റ് ചെയ്യിപ്പിക്കുന്നത് എന്നുള്ള ആ ഒരു കാര്യം മനസ്സിലാക്കുകയും അള്ളാഹുവിനോട് ശരണം തേടുകയും ചെയ്യണം, അള്ളാഹുവിനോട് അഭയം തേടുകയും ചെയ്യണം, രക്ഷ ചോദിക്കുകയും ചെയ്യണം. അതാണ് ഖുൽ അഊദു ബിറബ്ബിന്നാസ് എന്നുള്ള രൂപത്തിൽ അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് സുബഹി സമയത്ത് നല്ല തണുപ്പൊക്കെയാണ്, മഴക്കാലമാണെന്ന് വിചാരിക്കുക. ആ സമയത്ത് ബാങ്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും, ഇന്ന് നല്ല തണുപ്പൊക്കെ അല്ലേ, ഒന്ന് ഇവിടെ തന്നെ കിടക്കുക എന്ന് പറഞ്ഞ് പുതപ്പ് ഒന്നുകൂടെയൊക്കെ ഇട്ട് നമ്മൾ കിടക്കാൻ വേണ്ടി തോന്നും. പിശാച് നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുകയാണ്, ഇന്ന് പോവൊന്നും വേണ്ട, അന്ന് നല്ല തണുപ്പല്ലേ, ഇവിടെ തന്നെ കിടക്കുക എന്നുള്ളത്. അതേസമയം അതിനെ മറികടന്നുകൊണ്ട് ഞാൻ പോവുക തന്നെ ചെയ്യും, ആ കൂലി എനിക്ക് നഷ്ടപ്പെട്ടുകൂടാ എന്ന് പറഞ്ഞാൽ പിശാചിനെ തോൽപ്പിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. ഇനി ജിന്നുകളിലും മനുഷ്യരിലും പെട്ടാന്ന് പറഞ്ഞു. മനുഷ്യരിൽ നിന്നുള്ള ആളുകൾ എങ്ങനെയാണ് നല്ല മനുഷ്യരെ വഴിതെറ്റിക്കുക? അത് പറയേണ്ട ആവശ്യമില്ല അല്ലേ. നല്ലൊരു കാര്യം ചെയ്യാൻ വേണ്ടി ഒരു മനുഷ്യൻ മുന്നോട്ട് പോകുമ്പോൾ ചില ആളുകൾ എങ്ങനെയെങ്കിലും അതിൽ നിന്ന് അവരെ തടയും. ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും, അതൊന്നും ഇപ്പോൾ ചെയ്യേണ്ട, അതിനൊക്കെ ഇപ്പോൾ ആരാപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാറുള്ളത്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് പതുക്കി അങ്ങോട്ട് മാറ്റും. തെറ്റായൊരു കാര്യം ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അല്ലെങ്കിൽ അവനവൻ ചെയ്യുന്ന തെറ്റിലേക്ക് മറ്റുള്ളവരെയും കൂടെ വലിക്കും. ഇതിപ്പോൾ ആരാ അങ്ങനെ ചെയ്യാത്തത്, നീ വാ എന്ന് പറഞ്ഞിട്ട് ആ തെറ്റിലേക്ക് ക്ഷണിക്കും. അപ്പോൾ നമ്മളങ്ങ് പോയി പോകും. ഇപ്പോൾ ചിലപ്പോൾ ചില പെൺകുട്ടികളൊക്കെ കല്യാണം കഴിഞ്ഞതിന് ശേഷം പറയും, അവർ അതുവരെ നല്ല മഫ്തയും നല്ല ഇസ്ലാമിക വസ്ത്രധാരണമൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ ആ രൂപമൊക്കെ ഒഴിവാക്കിയതിന് ശേഷം അത് ഭർത്താവിന് ഇഷ്ടമല്ല, മഫ്തയൊക്കെ ഇടുന്നത് ഭർത്താവിന് ഇഷ്ടമല്ല. ശരിക്ക് കല്യാണാലോചന നടക്കുന്ന സമയത്ത് ആദ്യം ചർച്ച ചെയ്യേണ്ട ഇത്തരം വിഷയങ്ങളാണ്. ഞാൻ മഫ്ത ഇടുന്നൊരു കുട്ടിയാണ്, അത് ആ ഇസ്ലാമിക രൂപത്തിൽ ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിലേ എനിക്ക് കല്യാണത്തിന് സമ്മതമുള്ളൂ, അതാണ് പറയേണ്ടത്. അതല്ലാതെ കല്യാണം നടക്കട്ടെ, പിന്നെ അയാളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഞാൻ ജീവിക്കുക, ഭർത്താവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചല്ലേ ഭാര്യ ജീവിക്കേണ്ടത്, അങ്ങനെയല്ല. അവിടെ നമ്മൾ നോക്കേണ്ടത് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തൊരു കാര്യം ആര് പറഞ്ഞാലും നമുക്കവിടെ അത് ചെയ്യാൻ പറ്റില്ല. ഇനി ജിന്ന് വർഗത്തിൽപ്പെട്ട പിശാചുക്കളുടെ ശൈത്താന്മാരുടെ ആ ഒരു ദുർബോധനത്തിൻ്റെ പ്രത്യേകത എന്താണ്? നമുക്ക് നേരിട്ട് അവരെ കാണൂലല്ലോ. നേരിട്ട് കാണുകയാണെങ്കിൽ ഒന്നുകിൽ ഏറ്റുമുട്ടാം, അവരെ തോൽപ്പിക്കാം, അല്ലെങ്കിൽ ഒരു രക്ഷയില്ല എന്ന് കണ്ടാൽ നമുക്ക് ഓടി രക്ഷപ്പെടാം. പക്ഷേ ഇത് രണ്ടിനും പറ്റില്ല, കാരണം നേരിട്ട് കാണൂലല്ലോ. അപ്പോൾ ആകെ എന്തേ പറ്റുള്ളൂ, നമുക്ക് അത് മനസ്സിലാക്കുകയും അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുകയും ചെയ്യുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഈ ഒരു സൂറത്ത് ഒന്നിച്ചെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ സൂറത്തിന് രണ്ട് ഭാഗങ്ങളുണ്ടെന്ന് കാണാൻ പറ്റും. ഒന്ന് ഖുൽ അഊദു ബി റബ്ബിന്നാസ്, മലിക്കിന്നാസ്, ഇലാഹിന്നാസ്, അതുവരെയാണ് ഒരു ഭാഗം. അവിടെ എന്താ പറഞ്ഞത്? ശരിക്കും അവിടെ
അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുന്നു എന്നല്ലേ അതിൻ്റെ ആകത്തുക. കുൽ നബിയെ താങ്കൾ പറയുക, അഊദു ബി റബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ്, ജനങ്ങളുടെ ആരാധ്യനായ, ജനങ്ങളുടെ രാജാവായ, ജനങ്ങളുടെ റബ്ബായ അവനോട് രക്ഷ ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുന്നതാണ് ആ ഭാഗം. ഇനി അടുത്ത ഭാഗം, മിൻ ഷെരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലസി യുവസ്ഫിസു ഫി സുദൂരിന്നാസ് മിനൽ ജിന്നത്തി വന്നാസ്. അതായത് പിശാചുക്കളിൽ നിന്ന് ആണ് രക്ഷ ചോദിക്കുന്നത്. ആദ്യത്തെ ഭാഗത്ത് ആരോടാണ് രക്ഷ ചോദിക്കുന്നത്, രണ്ടാമത്തെ ഭാഗത്ത് ആരിൽ നിന്നാണ് രക്ഷ ചോദിക്കുന്നത്. ആദ്യത്തെ ഭാഗത്ത് അള്ളാഹുവിനോടാണ് രക്ഷ ചോദിക്കുന്നത്, രണ്ടാമത്തെ ഭാഗത്ത് പിശാചുക്കളുടെ ഷെറിൽ നിന്നാണ് രക്ഷ ചോദിക്കുന്നത്. ഇത് ശരിക്ക് നമ്മൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം പഠിച്ചതിന് തുല്യല്ലേ? അവിടെ എന്താ പറഞ്ഞത്? അഊദു ബില്ലാഹി, അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുന്നു, മിനശ് ശൈത്വാനിർ റജീം, ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന്. അപ്പോൾ അവിടെ അഊദു ബില്ലാഹി എന്ന് പറഞ്ഞ ആ സ്ഥാനാണ് ഖുൽ അഊദു ബി റബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ്, അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുന്നു. അവിടെ അള്ളാഹു എന്നുള്ളത് നേരിട്ട് പറഞ്ഞു, അഊദു ബില്ലാഹി. ഇവിടെ അള്ളാഹു എന്നുള്ളതിന് പകരം 3 വിശേഷണങ്ങളാണ് പറഞ്ഞത്. റബ്ബിന്നാസ്, മലിക്കിന്നാസ്, ഇലാഹിന്നാസ് എല്ലാം കൂടെ ചേർത്ത് അള്ളാഹു ആണ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ അവിടെ മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞു, ആ സ്ഥാനത്ത് ഇവിടെ മിൻ ഷെരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലസി യുവസ്ഫിസു ഫി സുദൂരിന്നാസ് മിനൽ ജിന്നത്തി വന്നാസ്. അപ്പോൾ ശരിക്ക് ഈ സൂറത്തു നാസ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നുള്ളതിൻ്റെ ഒരു വിശദീകരണമായിട്ട് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമുക്ക് ഈ ആയത്തുകളിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം. ഖുൽ അഊദു ബി റബ്ബിന്നാസ് മലിക്കിന്നാസ്. ഈ ഷദ്ദുള്ള നൂനും ഷദ്ദുള്ള മീമും പരിശുദ്ധ ഖുർആനിൽ എവിടെ കണ്ടാലും അതിനെ മണിച്ചിട്ട് പാരായണം ചെയ്യണം. അപ്പോൾ ഖുൽ അഊദു ബി റബ്ബിന്നാസ്, ആ നൂനിനെ മണിക്കുക. മലിക്കിന്നാസ് എല്ലാ സ്ഥലത്തും അതുപോലെ നൂനിനെ മണിച്ചിട്ട് പാരായണം ചെയ്യാം. മിനൽ ജിന്നത്തി വന്നാസ്, അവിടെയൊക്കെ ആ ഒരു നൂനിനെ മണിച്ചിട്ട് പാരായണം ചെയ്യാം. ഇനി ഖുൽ അഊദു ബി റബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ഷെരിൽ, അവിടെ ഷീനിൻ്റെ മുമ്പ് സുക്കൂനിലെ നൂന് വന്നു. ഷീനിൻ്റെ മുമ്പ് സുക്കൂനിലെ നൂന് വന്നാൽ ആ സുക്കൂനിലെ നൂനിനെ അവ്യക്തമാക്കിയിട്ട് പറയണം, അല്ലെങ്കിൽ മറച്ച് വെച്ചുകൊണ്ട് പറയണം. അപ്പോൾ മിൻ എന്ന് വെളിവാക്കി പറയാൻ പാടില്ല. മിൻ ഷെരി, മിൻ ഷെരി അങ്ങനെയാണ് പറയാം. ഷെരി എന്നുള്ളിടത്ത് റോഇന് കെസറാണ്. റോഇന് കെസർ വന്നു കഴിഞ്ഞാൽ അതിനെ രി എന്നുള്ള ഉച്ചാരണമാണ് കൊടുക്കുക. അപ്പോൾ മിൻ ഷെറി എന്നല്ല, മിൻ ഷെരി, മിൻ ഷെരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലസി യുവസ്ഫിസു ഫി സുദൂരിന്നാസ്, അവിടെ സുദൂരി, റോഇന് കെസറാണ്, രി എന്നുള്ള ഉച്ചാരണം കൊടുക്കുക. മിനൽ ജിന്നത്തി വന്നാസ്. ഇനി എല്ലാ ആയത്തിൻ്റെയും അവസാനത്തിൽ മദ് ആരിദ് വരുന്നുണ്ട്. എന്താണ് മദ് ആരിദ്? ഏറ്റവും അവസാനത്തെ അക്ഷരത്തിന് നമ്മളായിട്ട് സുക്കൂനിടുകയാണെങ്കിൽ അതിൻ്റെ തൊട്ട് മുമ്പുള്ള നീട്ടലിനെയാണ് മദ് ആരിദ് എന്ന് പറയാം. ഇപ്പോൾ ഇവിടെ ആദ്യത്തെ ആയത്ത് നോക്കുകയാണെങ്കിൽ ഖുൽ അഊദു ബി റബ്ബിന്നാസ്, അവസാനത്തിൽ സീനിന് കെസറാണ് അവിടെ, പക്ഷേ നമ്മളവിടെ സുക്കൂനിട്ടിട്ടാണല്ലോ നിർത്തുക. നാസി എന്ന് പറഞ്ഞിട്ടല്ല നിർത്തുക, നാസ് എന്ന് പറഞ്ഞിട്ടാണ് നിർത്തുക. അപ്പോൾ നമ്മളായിട്ട് സുക്കൂനിട്ടതാണ്. അങ്ങനെ നമ്മളായിട്ട് സുക്കൂനിടുമ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പ് ഒരു നീട്ടൽ വരികയാണെങ്കിൽ, അവിടെ തൊട്ട് മുമ്പ് നീട്ടലാണ്, നാ എന്നുള്ള നീട്ടലാണ്, ആ നീട്ടലിനെയാണ് മദ് ആരിദ് എന്ന് പറയുക. അപ്പോൾ നമ്മളായിട്ട് സുക്കൂനിട്ടിട്ട് ഒരു പാരായണം അവസാനിക്കുന്ന സ്ഥലത്ത് നമ്മളായിട്ട് സുക്കൂനിട്ട് നിർത്തുമ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പ് വരുന്ന നീട്ടലാണ് മദ് ആരിദ്. അതിനെ നമുക്ക് 6 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ വേണമെങ്കിൽ നീട്ടാം, നിർബന്ധമില്ല. 2 അല്ലെങ്കിൽ 2, 3, 4, 5, 6 വരെ നമുക്ക് വേണമെങ്കിൽ നീട്ടാം. അപ്പോൾ ഖുൽ അഊദു ബി റബ്ബിന്നാസ്, എല്ലാ ആയത്തും, ഈ ഒരു സൂറത്തിലെ എല്ലാ ആയത്തുകളുടെയും അവസാനത്തിൽ ഇതുപോലെ മദ് ആരിദാണ്. ഇനി നമുക്ക് ഈ ഒരു സൂറത്തൊന്ന് പാരായണം ചെയ്യാം, അതിനുശേഷം ഗ്രാമർ പറയാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബി റബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നത്തി വന്നാസ്. ഇനി ഈ സൂറത്തിലെ ഗ്രാമർ നോക്കുകയാണെങ്കിൽ കുൽ എന്നുള്ളത് അത് കൽപ്പനക്രിയയാണ്. കാല എന്ന് പറഞ്ഞാൽ പറഞ്ഞു, അത് മാദിയായ പദമാണ്, പാസ്റ്റ് ടെൻസ് ആണ്, ഭൂതകാലക്രിയയാണ്. യഖൂലു പറയും, പറയുന്നു, അത് മുളാരിയാണ് എന്ന് പറഞ്ഞാൽ വർത്തമാനകാലക്രിയ അല്ലെങ്കിൽ ഭാവി കാലക്രിയ, ഇപ്പോൾ നടക്കുന്നത് അല്ലെങ്കിൽ വരാൻ പോകുന്നത്. ഈ വർത്തമാനകാലക്രിയക്കും ഭാവി കാലക്രിയക്കും കൂടെ അറബിയിൽ ഒരൊറ്റ പ്രയോഗമേ ഉള്ളൂ, അതാണ് മുളാരികൾ. അപ്പോൾ 2 അർത്ഥം അതിന് കൊടുക്കും. യഖൂലു എന്ന് പറയുമ്പോൾ പറയും എന്നും അർത്ഥം കൊടുക്കാം, പറയുന്നു എന്നും അർത്ഥം കൊടുക്കാം. ഈ മുളാരിയിൽ നിന്നാണ് അമ്ര ഉണ്ടാവുന്നത്.
മുലാരിയുടെ ആ തുടക്കത്തിലുള്ള യാ മാറ്റി, പിന്നെ യഖൂലു എന്നുള്ളതിൽ ആ കൂ എന്നുള്ള നീട്ടൽ മാറ്റി, പിന്നെ അവസാനത്തെ അക്ഷരത്തിന് സുക്കൂന് കൊടുത്തു. അപ്പോൾ കുൽ എന്നായി. ശരി, അപ്പോൾ അത് കൽപ്പനക്രിയയാണ്. കുൽ പറയണം, പറയുക. അഊസു എന്ന് പറയുമ്പോൾ അത് ആസ എന്നുള്ളതിൻ്റെ മുലാരിയാണ്. ആസ എന്ന് പറഞ്ഞാൽ രക്ഷ തേടി, അഊസു ഞാൻ രക്ഷ തേടും, രക്ഷ തേടുന്നു. അവിടെ ആ ഒരു മുലാരിയുടെ രൂപം മാത്രമല്ല, യഊസു, തഊസു, നഊസു അതൊക്കെയുണ്ട്. അതായത് ആസ എന്നുള്ളത് മാലിയാണ്. അതിൻ്റെ മുലാരി ആക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ തുടക്കത്തിൽ ഒന്നുകിൽ ഹംസ ചേർക്കും, അല്ലെങ്കിൽ നൂന് ചേർക്കും, അല്ലെങ്കിൽ യാ ചേർക്കും, അല്ലെങ്കിൽ താ ചേർക്കും. ഹംസ ചേർത്താൽ അഊസു, നൂന് ചേർക്കുമ്പോൾ നഊസു, യാ ചേർക്കുമ്പോൾ യഊസു, താ ചേർക്കുമ്പോൾ തഊസു. അത് ഓർക്കാൻ അനിയത്തി എന്ന് ഓർത്താൽ മതി. ആ ഹംസ, നൂന്, യാ, താ, അനിയത്തി. ആ ഒരു പദങ്ങളാണ്, ആ ഒരു അക്ഷരങ്ങളാണ് തുടക്കത്തിൽ കൊടുക്കുക. അഊസു എന്ന് പറയുമ്പോൾ ഞാൻ രക്ഷ തേടും, ഞാൻ രക്ഷ തേടുന്നു. നഊസു ഞങ്ങൾ രക്ഷ തേടും, ഞങ്ങൾ രക്ഷ തേടുന്നു. യഊസു അവൻ രക്ഷ തേടും, അവൻ രക്ഷ തേടുന്നു. തഊസു നീ രക്ഷ തേടും, നീ രക്ഷ തേടുന്നു. ആരാണത് ചെയ്യുന്നത് എന്നുള്ള ആളിങ്ങനെ മാറിക്കൊണ്ടിരിക്കും, കർത്താവ് മാറിക്കൊണ്ടിരിക്കും ആ അക്ഷരങ്ങൾ മാറുമ്പോൾ. ഇവിടെ അഊസു എന്ന് വന്നു, ഞാൻ രക്ഷ തേടുന്നു. അപ്പോൾ അവിടെ ഫായിലായിട്ടുള്ളത് അന എന്നുള്ളത് അതിൽ ഒളിഞ്ഞു കിടക്കുകയാണ്. ആരാണ് ആ പ്രവൃത്തി ചെയ്യുന്നത്? ഞാൻ രക്ഷ തേടുന്നു എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ അന എന്നുള്ളത് ഫായിൽ അതിൽ ഒളിഞ്ഞു കിടക്കുകയാണെന്നാണ് പറയാം. കുൽ എന്നുള്ളതെടുത്ത് ഫായിൽ എന്താണ്? കുൽ എന്നുള്ളടത്ത് നീ പറയുന്നതാണ് ശരിക്കത്. അപ്പോൾ നീ എന്നുള്ള ആ ഒരു അൻത അതിനകത്ത് ഒളിഞ്ഞു കിടക്കുന്നുണ്ട്, അതാണ് അവിടെ ഫായിൽ. ബി റബ്ബി എന്ന് എടുത്തു കഴിഞ്ഞാൽ ബി എന്നുള്ളത് ഹർഫ് ജറാണ്. ബി എന്നുള്ളതിന് ശേഷം വരുന്ന ഇസ്മുകൾക്ക് ജെറ് കിട്ടും. ഈ ജെറ് എന്ന് പറഞ്ഞാൽ അതൊരു അവസ്ഥയാണ്. സാധാരണഗതിയിൽ കെസർ കൊണ്ടോ കെസർ തൻവീൻ കൊണ്ടോ ഒക്കെയാണ് കാണിക്കാറുള്ളത്. അങ്ങനെ അല്ലാത്ത സന്ദർഭങ്ങളുണ്ട്. ഇപ്പോൾ ഇസ്മു എന്നുള്ളതിന് മുമ്പിൽ ബി ചേർത്താൽ ബിസ്മി എന്നാണ് വരിക. റബ്ബ് എന്നുള്ളതിന് മുമ്പിൽ ബി ചേർത്താൽ ബി റബ്ബി എന്നാണ് വരിക. അവസാനത്തിൽ കെസർ കൊടുക്കും. അപ്പോൾ ബി റബ്ബി, ആ റബ്ബി എന്ന് കിട്ടാൻ കാരണം ബി വന്നതുകൊണ്ടാണ്. ഇനി റബ്ബിനെ നാസിലേക്ക് ചേർത്തു. ഒരു പദത്തെ മറ്റൊരു പദത്തിലേക്ക് ചേർക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇത് എന്ന് പറയാൻ വേണ്ടിയിട്ട് കുട്ടിയുടെ പേന, വീടിൻ്റെ വാതിൽ, അങ്ങനെ പറയുമ്പോഴാണ് ഒരു പദത്തെ മറ്റൊന്നിലേക്ക് ചേർക്കുക എന്ന് പറയുന്നത്. ഇപ്പോൾ പേന എന്നുള്ളതിന് കലമെന്ന് പറയും. അൽ വലതു എന്ന് പറഞ്ഞാൽ കുട്ടി. അപ്പോൾ കുട്ടിയുടെ പേന കലമുൽ വലദി. കലമുൽ വലദു എന്ന് പറയില്ല. ഏതിലേക്കാണോ ചേർക്കുന്നത് ആ ചേർക്കുന്നതിനെ മുദാഫിൻ ഇലൈഹി എന്ന് പറയും. അതിനെപ്പോഴും ഇറാബ് ജറായിരിക്കും. ജർ എന്ന് പറഞ്ഞാൽ സാധാരണ കെസർ കൊണ്ടോ കെസർ തൻവീൻ കൊണ്ടോ. അതേപോലെ ഇവിടെ റബ്ബ് എന്ന് പറഞ്ഞാൽ രക്ഷിതാവ്, നാസ് എന്ന് പറഞ്ഞാൽ മനുഷ്യർ. അപ്പോൾ മനുഷ്യരുടെ രക്ഷിതാവ് എന്ന് പറയാൻ റബ്ബിൻ നാസ് എന്നാണ് പറയുക, റബ്ബുൻ നാസ് എന്നാണ് പറയുക, റബ്ബുൻ നാസ്. ആ റബ്ബുൻ നാസ് എന്ന് പറയുമ്പോൾ നാസിലേക്കാണല്ലോ റബ്ബിനെ ചേർത്തത്. ആ നാസ് എന്നുള്ളത് അവിടെ മുദാഫിൻ ഇലൈഹിയാണ്. അതിന് ജെറ് കിട്ടണം, അതിന് കെസർ കൊടുക്കും. അപ്പോൾ റബ്ബുൻ നാസി എന്നാണ് പറയുക, റബ്ബുൻ നാസി. ആ റബ്ബിന് എന്തുകൊണ്ടാണ് റബ്ബി എന്നായത്? റബ്ബുൻ നാസി എന്ന് എഴുതാതെ റബ്ബിൻ നാസി എന്ന് എഴുതാൻ കാരണം അത് ബി വന്നതുകൊണ്ടാണ്. ബി വന്നതുകൊണ്ടാണ് റബ്ബു എന്നുള്ളത് റബ്ബീന്നായി മാറിയത്. നാസ് എന്നുള്ളത് നാസു എന്നുള്ളത് എന്തുകൊണ്ട് നാസി എന്നായി? അത് മുദാഫിൻ ഇലൈഹി ആയതുകൊണ്ടാണ്. കാരണം അതിലേക്ക് റബ്ബിനെ ചേർത്തു. അപ്പോൾ റബ്ബ് മുദാഫാണ്, നാസ് എന്നുള്ളത് മുദാഫിൻ ഇലൈഹി ആണെന്നാണ് പറയുക. മുദാഫിൻ ഇലൈഹിക്ക് എപ്പോഴും ഇറാബ് ജറായിരിക്കും, സാധാരണഗതിയിൽ കെസർ കൊണ്ടോ കെസർ തൻവീൻ കൊണ്ടോ. ഇനി മലിക്കിൻ നാസ്, ഈ റബ്ബ് എന്നുള്ളതിന് ബദലായിക്കൊണ്ട് വന്നൊരു പദമാണ് മലിക്ക് എന്ന് പറഞ്ഞാൽ ആ റബ്ബിനെ തന്നെ സൂചിപ്പിക്കാൻ വേണ്ടി മറ്റൊരു പദം ഉപയോഗിക്കുക, അതാണ് മലിക്ക്. അത് ബദലാണ്. അങ്ങനെ ഒരു ബദൽ ഉപയോഗിക്കുമ്പോൾ ആ ആദ്യത്തെ പദം ഏത് രൂപത്തിലാണോ അതേ രൂപത്തിൽ ഇതും എഴുതും. അപ്പോൾ അവിടെ റബ്ബി എന്നല്ലേ, ജെറ് കിട്ടിയ രൂപത്തിലല്ലേ, അതുകൊണ്ട് ഇതിനെ മലിക്കി എന്ന് തന്നെ എഴുതണം. ബദലായതുകൊണ്ടാണ് അങ്ങനെ അതേ രൂപത്തിൽ എഴുതേണ്ടി വന്നത്. അപ്പോൾ മലിക്കുൻ നാസ് എന്ന് പറയില്ല, മലിക്കിൻ നാസ് എന്ന് പറയാം. കാരണം ആ റബ്ബിൻ്റെ ബദല, റബ്ബ് എന്നുള്ളത് റബ്ബി എന്നുള്ള രൂപത്തിൽ എഴുതിയതുകൊണ്ട് മലിക്കുൻ എന്നുള്ളത് മലിക്കി എന്നുള്ള രൂപത്തിൽ എഴുതണം, മലിക്കിൻ നാസ്. ഈ മലിക്കിനെയും നാസിലേക്ക് ചേർത്തു. ജനങ്ങളുടെ, മനുഷ്യരുടെ രാജാവ് എന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ട് അന്നാസ് എന്നുള്ളത് അവിടെയും മുദാഫിൻ ഇലൈഹിയാണ്, അതിന് ജെറ് കിട്ടണം. അതുകൊണ്ടാണ് നാസി എന്ന് എഴുതിയത്. മലിക്കി എന്ന് എഴുതാനുള്ള കാരണം അത് റബ്ബിൻ്റെ ബദലായി വന്നതുകൊണ്ട്. ഇനി അടുത്തതിൽ ഇലാഹിൻ നാസ്, അവിടെ ആ ഇലാഹ് എന്നുള്ളതും ആ റബ്ബിൻ്റെ ബദലായിട്ട് വന്നതാണ്. അതുകൊണ്ടാണ് ഇലാഹു എന്ന് എഴുതാതെ ഇലാഹി എന്ന് എഴുതിയത്. റബ്ബിൻ്റെ ബദലാണ് അതും. കാരണം റബ്ബിൻ്റെ മറ്റൊരു വിശേഷണ പേരാണല്ലോ ഇലാഹ് എന്നുള്ളത്. മലിക്കും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ആ ഇലാഹ് എന്നുള്ളത് റബ്ബിന് ബദലായിക്കൊണ്ട് വന്ന, റബ്ബ് എന്ന് പറയാതെ അതിന് മറ്റൊരു രൂപത്തിൽ മറ്റൊരു പേര് കൊണ്ട് പറഞ്ഞു, അതിന് ബദലായിക്കൊണ്ട് വന്നതാണ്. അതുകൊണ്ട് റബ്ബി എന്ന് പറയാതെ ഇലാഹി എന്ന് പറഞ്ഞു. ഇനി ഇലാഹിനെയും നാസിലേക്ക് ചേർത്തിട്ടുണ്ട്. ജനങ്ങളുടെ ഇലാഹ്, മനുഷ്യരുടെ ഇലാഹ്. അപ്പോൾ ഇലാഹിൻ നാസ്, ആ നാസ് എന്നുള്ളതിന് ജെറ് കിട്ടി, കാരണം അത് മുദാഫിൻ ഇലൈഹിയാണ്, ഇലാഹിൻ നാസ്. അപ്പോൾ ഇലാഹിന് എന്തുകൊണ്ട് കെസർ കൊടുത്തു അവസാനത്തിൽ? അത് റബ്ബിൻ്റെ ബദലായതുകൊണ്ട്. എന്തുകൊണ്ട് നാസിന് നാസി എന്ന് കൊടുത്തു? അത് ഇലാഹ് ആ നാസിലേക്ക് ചേർത്തത് കൊണ്ട് നാസ് എന്നുള്ളത് അവിടെ മുദാഫിൻ ഇലൈഹി ആയതുകൊണ്ട്. ഇനി മിൻ ഷെരിൽ വസ്വാസിൽ ഖന്നാസ്,
മിൻ എന്നുള്ളത് നേരത്തെ ബി പറഞ്ഞ പോലെ ഹർഫ് ജറാണ്. മിന്നിന് ശേഷം വരുന്ന ഇസ്മുകൾക്ക് ജറ് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഷെറു എന്നെഴുതാതെ ഷെരി എന്നെഴുതിയത് മിൻ വന്നതുകൊണ്ടാണ്. മിൻ ഷെറു എന്ന് പറയില്ല, മിൻ ഷെരി എന്നാണ് പറയുക. മിനൽ ബൈത്തു എന്ന് പറയില്ല, മിനൽ ബൈത്തി എന്നാണ് പറയുക. ഇനി ഈ ഷെറിനെ വസ്വാസിലേക്ക് ചേർത്തു. വസ്വാസിൻ്റെ ഷെറ്, ഒന്നിൻ്റെ മറ്റൊന്നെന്ന് പറയുമ്പോഴല്ലേ മുലാഫിൻ ഇലൈഹി പ്രയോഗം. അപ്പോൾ വസ്വാസിൻ്റെ ഷെറ്, അപ്പോൾ ആ വസ്വാസ് എന്നുള്ളത് മുലാഫിൻ ഇലൈഹിയാണ്, അതിന് ജെറ് കിട്ടണം. അതുകൊണ്ടാണ് വസ്വാസി എന്നെഴുതിയത്. ഇനി ഷെറുൽ വസ്വാസി എന്നാണ് ശരിക്ക് വസ്വാസിൻ്റെ ഷെറ് എന്നുള്ളതിന് പറയാം. പക്ഷേ എന്തുകൊണ്ട് ഷെരിൽ വസ്വാസി എന്നാക്കി? ആ മിന്ന് വന്നതുകൊണ്ടാണ് ഷെറു എന്ന് എഴുതാതെ ഷെരി എന്ന് എഴുതിയത്. പിന്നെ വസ്വാസു എന്ന് എഴുതാതെ വസ്വാസി എന്ന് എഴുതിയത് അത് മുലാഫിൻ ഇലൈഹി ആയതുകൊണ്ടാണ്. ഇനി ആ വസ്വാസിൻ്റെ വിശേഷണമാണ് ഖന്നാസ്. ഇനി അല്ലദീ യുവസ്ഫിസു ഫീ സുദൂരിനാസ്, വസ്വസ എന്നുള്ളതിൻ്റെ മുലാരിയാണ് യുവസ്ഫിസു. ഫീ എന്നുള്ളത് ഹർഫ് ജറാണ്. ഫീക്ക് ശേഷം വരുന്ന ഇസ്മുകൾക്ക് ജർ കിട്ടണം. അതുകൊണ്ടാണ് സുദൂരി എന്നെഴുതിയത്. ശരിക്ക് സുദൂറുൻ നാസ് എന്ന് എഴുതിയാൽ മതിയായിരുന്നു. പക്ഷേ ഫീ വന്നതുകൊണ്ട് സുദൂരി എന്നായി. കാരണം ഫീ ഹർഫ് ജർ ആയതുകൊണ്ട് അതിനുശേഷം വന്ന സുദൂർ എന്നുള്ള പദത്തിന് സുദൂരി അവസാനത്തിൽ കസർ കൊടുത്തു, ജർ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി സുദൂറിനെ നാസിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നാസ് എന്നുള്ളത് അവിടെയും മുലാഫിൻ ഇലൈഹിയാണ്. അതുകൊണ്ട് നാസി എന്നെഴുതി. അടുത്ത കാര്യത്തിൽ മിനൽ ജിന്നത്തി, മിൻ എന്നുള്ളത് ഹർഫ് ജറാണ് നമുക്കറിയാം. അതുകൊണ്ട് മിനൽ ജിന്നത്തു എന്ന് പറയില്ല, മിനൽ ജിന്നത്തി എന്ന് പറഞ്ഞു. മിൻ വന്നതിന് ശേഷമുള്ള ഇസ്മിന് കസർ കൊടുത്തു, അല്ലെങ്കിൽ ജെറ് കൊടുത്തു. ഇനി വൻ നാസ്, ആ വാവ് അത്തഫിൻ്റെ വാവാണ്, മനുഷ്യരിലും. അപ്പോൾ എന്നർത്ഥത്തിലാണ് വാവ് വന്നത്, അത് അത്തഫിൻ്റെ വാവ. അതുകൊണ്ട് ആ ജിന്നത്തിലേക്ക് ചേർക്കപ്പെട്ടതാണ് അന്നാസ് എന്നുള്ളത്, മഅത്തൂഫ് എന്ന് പറയും. അപ്പോൾ ആ ജിന്നത്തിലേക്ക് ചേർത്തതായതുകൊണ്ട് ജിന്നത്തിൻ്റെ അതേ രൂപം ഇതിനും കിട്ടണം. അതുകൊണ്ട് ജിന്നത്തി എന്നെഴുതിയ സ്ഥിതിക്ക് നാസി എന്നെഴുതി. രണ്ടും ഒരേ രൂപത്തിലാണ്, അല്ലെങ്കിൽ ഇതിൻ്റെയും മുമ്പിൽ മിന്നുണ്ട് എന്നുള്ള രൂപത്തിൽ മനസ്സിലാക്കിയാലും മതി. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സൂറത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.